ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല പടം, സൂപ്പർ പടം, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടാ ഒരു ത്രില്ലറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ത്രില്ലിംഗ് നല്ല നല്ലതില്ല. മുമ്പത്തെ മമ്മൂട്ടി പടത്തിനെ അപേക്ഷിച്ച് നല്ല പടമാണ്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഗൗതം വാസുദേവ് മൂവിയാണെന്ന് പറയത്തക്ക വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നോർമൽ നമ്മളൊരു തമിഴ് സിനിമ കണ്ട അതേ സാധനമാണ്. ഒരു അങ്ങ് മുമ്പൊരു തമിഴ് പടം ഇറങ്ങി ആ ഒരു മോഡൽ സാധനമാണ്. വലിയൊരു മാസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, എന്നാലും ഒരുവിധം നോർമൽ ഒരു മൂവി. വലിയ ഞാൻ പറഞ്ഞില്ലേ, ഗൗതം വാസുദേവ് മൂവി എന്ന് പറയത്തക്ക വലിയൊരു ഗുമ്മില്ലാത്തൊരു പടം. ബട്ട്സ് ഫീലിംഗ് ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല ബ്രോ എങ്ങനെയുണ്ട് പടം? കൊള്ളാം ബ്രോ, കൊള്ളാം. എങ്ങനെയുണ്ട് ബ്രോ എങ്ങനെയുണ്ട് പടം? ഉളുപ്പിയ പടം. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? ചേട്ടാ ഒന്നും പറയാനില്ല ചേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് സിനിമ കൊള്ളാം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടില്ല. വലിയായിട്ട് കൊള്ളാതൊന്നുമില്ല. പ്രതീക്ഷ അത്രയൊന്നുമില്ല. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. വലിയ മോശമെന്ന് പറയാനൊന്നുമില്ല. കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ആ ഒരു പേസിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മുതൽ ലാസ്റ്റ് വരെയും പോകുന്നത്. പക്ഷേ ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ കൊണ്ട് കുറച്ച് പടം ഹൈ ആവുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ആ ട്വിസ്റ്റ് നേരത്തെ ഊഹിക്കാൻ പറ്റി. എന്നാൽ പോലും ചിലവർക്ക് ഊഹിക്കാൻ പറ്റത്തില്ല, ചിലവർക്ക് ഊഹിക്കാൻ പറ്റാം. എന്നാലും മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആ രീതിയിലാണ് പോയിരിക്കുന്നത്. ക്ലൈമാക്സ് ഉണ്ട് സീരിയസ് മോഡും, അതുവരെയും കോമഡി മോഡിലാണ് പോകുന്നത്. അത് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടല്ലോ, പടത്തിന്റെ ട്രെയിലർ എങ്ങനെയാണോ ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടവർക്ക് വന്ന് കണ്ടു നോക്കിയാൽ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ആ ട്രെയിലറിന്റെ ലെവലിൽ തന്നെയാണ് പോകുന്നത് പടം. അല്ലാതെ ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ആ രീതിയിലാണ് പോകുന്നത്. കോമഡിയൊക്കെ ചേർത്ത് മോശമാക്കാതെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് സിങ്ക് സൗണ്ടാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ മോശം തോന്നിയില്ല, കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. എങ്ങനെയുണ്ട് സിനിമ? ഞാൻ ഡൊമിനിക്കാണ് കേട്ടോ. ഡൊമിനിക്ക് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കണ്ട. ഒരു കോമഡി എന്നുള്ള രീതിയിൽ കുറച്ച് ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി പോയി. പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ. ഡയറക്ടർ ഗൗതം മേനോന്റെ പടത്തിലേക്ക് മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് അല്ല, മമ്മൂക്കന്റെ ആ ഒരു പഴയ ഒരു രീതിയിലുള്ള ഒരു കോമഡി ആ ഒരു രീതിയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ എത്തിയില്ല. ഇപ്പോൾ കൂടുതൽ ആ രീതിയിലുള്ള മൂവീസ് വരുന്നതുകൊണ്ടായിരിക്കും. പിന്നെ പ്രഡിക്റ്റബിൾ ആണ്, കുറച്ച് ലാസ്റ്റ് എത്തുമ്പോഴേക്ക് നമുക്ക് തന്നെ അത് ഊഹിക്കാൻ പറ്റുന്നതാണ് ഈ രീതിയിൽ ത്രില്ലേഴ്സ് കാണുന്നവർക്ക്. എന്നാലും കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന നല്ല സിനിമ. ഡൊമിനിക്കാണോ? എങ്ങനെയുണ്ട് സിനിമ? ഉണ്ടായിരുന്നു പടം ഡൊമിനിക്? സിനിമ കൊള്ളാം എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇതിനു മുമ്പിലത്തെ ഇതുപോലെ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. ആക്ടിങ്, ഡയറക്ഷൻ സൂപ്പർ, സ്ക്രീൻ പ്ലേ ഈസ് ഓൾസോ സൂപ്പർ. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തു അൺടു ദ ലാസ്റ്റ്. ഗോകുൽ മെയിൻ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. പക്ഷേ വളരെ എനർജറ്റിക് ആയിട്ട് അൺടു ദ ലാസ്റ്റ് പുള്ളി പെർഫോം ചെയ്തു. അത് പുള്ളിക്ക് നല്ല ബൂസ്റ്റ് കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.